ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയുടെ ഒരു കാലഘട്ടത്തിൽ, അവരുടെ ഏറ്റവും സജീവമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് മുകേഷിൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ച് ചെന്നപ്പോൾ മുകേഷിന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, വേറൊരു പടത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ മുകേഷ് വേണ്ട, ജഗദീഷ്. എങ്ങനെയാണ് ജഗദീഷിനെ പോലെ കോമഡി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറെ വെച്ചിട്ട് ഒരു ഹീറോ റോള് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനെ ജഗദീഷൻ സിദ്ദിഖിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നിട്ട് അവർ ചൊട്ടക്ക് സമ്മതിക്കില്ല. അവസാനം ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ്, ഭയങ്കര നിർബന്ധിച്ച്, നിങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇവർ ഞങ്ങൾ മിമിക്സ് വരെയുടെ നല്ല സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ 24 സിനിമ ഞാനും ജഗദീഷും കൂടി ചെയ്തിട്ടുണ്ട്. അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം മമ്മൂട്ടിയായിട്ട് ചെയ്ത പോലെ തന്നെ ജഗദീഷായിട്ട് ഇത്രയും സിനിമകൾ ചെയ്തെന്ന് പറയുന്നത്. അതെ അതെ, രണ്ടുപേരും ഉണ്ടാവും. ജഗദീഷിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത പടമാണ് ബമ്പർ ഹിറ്റായിട്ട് ഓടിയ സ്ത്രീധനം. എന്തായാലും സമാഗമത്തിൽ ജഗദീഷ് ഇല്ലാണ്ട് ഈ ഷോ പൂർണ്ണമാവില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് നേരിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ടെലിഫോണിൽ വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കാം. ജഗദീഷ്, നമസ്കാരം. 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 ഹീറോ ആക്കിയ ആളാ അവിടെ ഇരിക്കുന്നത്. ഡെന്നിച്ചായൻ പറഞ്ഞു 24 പടം നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ 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 അതെ. അതായത് ഡെന്നിച്ചിനായിട്ട് വളരെ ആത്മബന്ധമുണ്ട്. ഈ ഹീറോ ആക്കുന്നതിന് മുമ്പ് തന്നെ ഒരു റൈറ്റർ ആക്ടർ എന്നുള്ള ബന്ധമല്ല. ഡെന്നിച്ചായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. അന്ന് തൊട്ട് തന്നെ എന്തും എന്നോട് പറയാനും എന്നെ ശാസിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉള്ള ഒരാളാണ് ഡെന്നിച്ചാൻ. എന്തായിരുന്നാലും ഒരു കാര്യം പറയാനുള്ളത്, ഈ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന പടം റിലീസായ ദിവസം യഥാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാർസിന്റെ പടത്തിന്റെ ഇനിഷ്യൽ ഉണ്ടായിരുന്നു. അത് ഡെന്നിച്ചാന്റെ ഒരു കാൽക്കുലേഷൻ. ഡെന്നിച്ചാൻ ആദ്യം പറയായിരുന്നു, നീ നോക്കിയോ ഇത് ഗംഭീരമായിട്ട് ഓടുന്നു. അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ എന്നെ ഹീറോ ആക്കി അദ്ദേഹം ചെയ്തു. കാരണം കുണിക്കിട്ട കോഴി, തിരുത്തൽ വാദി, വെൽക്കം ടു കൊടൈക്കനാൽ. ഡെന്നിച്ചാൻ്റെ കൂടെ സംസാരിച്ചു. വളരെ സന്തോഷം. എവിടെയാണ് ഇപ്പോ? ഞാനിപ്പോ ഈ ഡാൻസിങ് ഡെത്ത് എന്ന് പറഞ്ഞ സാജൻ കുര്യൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനുവേണ്ടി മുടിയൊക്കെ ഒന്ന് പ്രത്യേക സ്റ്റൈലില് വെട്ടി അത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഡെന്നിച്ചാൻ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. അതിന് ഏറ്റവും സന്തോഷം. ഇപ്പോ ലേറ്റസ്റ്റ് പടം സിൽക്ക് സ്മിതയെ ബേസ് ചെയ്താണെന്ന് അറിയുന്നു. ക്ലൈമാക്സ്. ഓക്കെ, ക്ലൈമാക്സ് അത് വെച്ചിട്ടാണ് ഒരു ആക്ട്രസിന്റെ കഥ. അപ്പൊ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. അതിന് ഈ ഡെന്നിച്ചാന്റെ ഒക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് പേരെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഇന്നും ആ ഒരു മെന്റാലിറ്റിയാണ് ഡെന്നിച്ചാന്റെ വിജയരഹസ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഡെന്നിച്ചാൻ എന്തായാലും വളരെ സന്തോഷം ജഗദീഷ് ഈ സന്ദർഭത്തിൽ വിളിച്ചതിൽ. സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. താങ്ക് യു. ഇപ്പോൾ ആക്ടേഴ്സിനെ പോലെ തന്നെ സംവിധായകരും, ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം പറയാണ്ട് പറ്റില്ലല്ലോ, നമ്മൾ തമ്മിലും പടം ചെയ്തിട്ടുണ്ട്. തൂവൽ സ്പർശം അല്ലേ? ഉണ്ണികൃഷ്ണൻ്റെ ക്രിസ്മസ് 2 പടം ചെയ്തിട്ടുണ്ട്. അതിൽ തൂവൽ സ്പർശം എവർഷൈൻ മണിയുടെ പടമായിരുന്നു. തൂവൽ സ്പർശം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഇന്ന് പറഞ്ഞ പോലെയല്ല, നമ്മളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. അന്നത്തെ എല്ലാ മാഗസിനിലും നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും ഇതൊരു ഇംഗ്ലീഷ് സിനിമയുടെ അതിനുപജീവിച്ചാണ് നമ്മൾ അതിനെ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ മെട്രോ സിനിമ എന്നൊക്കെ പറയുന്ന ഒരു ഈ അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു. ഇന്നും സിനിമ ടി വിയിൽ വരുമ്പോൾ ആളുകൾ നല്ല അഭിപ്രായമാണ് പറയുന്നുണ്ട്. എന്താ പറയുക, വളരെ ഇമോഷണലി നമ്മൾ അടുത്ത് നിർത്തിയ ഒരു സിനിമയാണ്. ഞാനും ഡെന്നിച്ചാനും തമ്മിലുള്ളൊരു ബന്ധം ഇപ്പോഴും ശക്തമായിട്ട് തുടരുന്നത് ആ സിനിമയുടെ ഒരു ഇതാണ്. പിന്നീട് നമ്മുടെ സൗഹൃദം ഇങ്ങനെ തുടരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സംവിധായകരുമായിട്ട് ഇങ്ങനെ ഒരു ആത്മബന്ധം, ഇപ്പോൾ ആക്ടേഴ്സ് മാത്രമല്ല, ഇപ്പോൾ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ഒരു സിനിമ ചെയ്ത് പിന്നീട് സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഡെന്നിച്ചാൻ ആത്മബന്ധം തുടരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഒരാളാണ് ഹരികുമാർ. ഡെന്നിച്ചാൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് ഹരികുമാർ എന്ന് പറയുന്ന സംവിധായകൻ. അപ്പോൾ ഹരികുമാറിൻ്റെ വീഡിയോ ക്ലിപ്പുണ്ട് ഇവിടെ, നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ സംഘർഷം അനുഭവിച്ച ഒരു ദിവസം, ഒരു രാത്രി ഡെന്നീസുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് ഡെന്നീസ് മരണം മുഖാമുഖം കണ്ട ചില ദിവസങ്ങളുണ്ടായിരുന്നു. അസുഖം ബാധിച്ച് എറണാകുളത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ദിവസം. ഒരു രാത്രിയിൽ ഡെന്നീസിൻ്റെ മകൻ എന്നെ വിളിച്ച് പറയുന്നു, പപ്പ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഏങ്ങി കരയുകയായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ എങ്ങനെയാണ് പിറ്റേ ദിവസം നേരം വെളുപ്പിച്ചതൊന്നും എനിക്കറിയില്ല. നേരം വെളുത്ത ഉടനെ ഞാൻ ആശുപത്രിയിൽ എത്തുമ്പം ഏതാണ്ട് മരണത്തിൻ്റെ വക്കോളം എത്തിയ ഡെന്നീസ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനുൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഡെന്നീസ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഡെന്നീസിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു പേന കൊണ്ട്, അതായത് മലയാളത്തിൽ ഏതാണ്ട് 100-ൽ പരം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും അതിൽ ഒട്ടുമിക്കതും ഹിറ്റും സൂപ്പർ ഹിറ്റും ആക്കുകയും ചെയ്ത അപൂർവമായ
ഒരു പേനയുടെ ഉടമയാണ് കൽവ ഡെന്നീസ് എന്ന തിരക്കഥാകൃത്ത്.